അങ്ങനെ 1000 ആശകൾ കണ്ടു. ജയറാമേട്ടൻ്റെയും ജയറാമേട്ടൻ്റെ മോൻ്റെ കാളിദാസ് ജയറാമൻ്റെയും പടം ഒരു വസ്തുവിനുമില്ല. ജയറാമേട്ടൻ്റെ കംബാക്ക് പറഞ്ഞിട്ട് ഫീൽഡ് ഔട്ടിലേക്ക് വീണ്ടും കൊണ്ടുവരുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങേർക്കൊക്കെ ആ പഴയൊരു കുടുംബ പ്രേക്ഷകരെ ഒപ്പിച്ചുകൊണ്ടുള്ള അഭിനയമൊക്കെ പോയി. മറ്റേ മനസ്സിനക്കരെ അതൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനൊക്കെ പോയത്. ജയറാമേട്ടൻ്റെ കമ്പാക്ക് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഇയാൾക്കൊന്നും അഭിനയിക്കാൻ വയ്യ. ഈ കഷായോ മരുന്നോ കുഴമ്പൊക്കെ ഇട്ട് നിൽക്കുന്ന ജയറാമേട്ടൻ വീണ്ടും ഇതിലേക്ക് വന്ന് അഭിനയിക്കുക പറഞ്ഞാൽ തെലുങ്കിൽ തന്നെ ഇയാൾ കഷ്ടിച്ചിട്ട് അഭിനയിക്കുന്നത്. മലയാളത്തിൽ അവസരം കിട്ടാത്തതുകൊണ്ടാണ് ഇയാൾ തെലുങ്കിലേക്ക് പോകുന്നത്. അത്രയും ബാലയ്യൻ്റെ കൊച്ചച്ഛനൊക്കെ ആയിട്ട് അഭിനയിക്കേണ്ട ഡേറ്റ് ഇഷ്യൂ വരെ ഒഴിവാക്കിയിട്ട് ഇരിക്കും ചിലപ്പോൾ ഈ സിനിമയിലേക്ക് വന്നിട്ടുണ്ടാവും. എനിക്ക് വീണ്ടും കമ്പാക്ക് മറ്റേ ദിലീപ് ഏട്ടൻ്റെ പോലെ ഇത് കമ്പാക്ക് പോയിട്ട് ചേരാമേട്ട നിങ്ങളെ തോൽവി തന്നെ ഏറ്റുവാങ്ങ. സത്യം പറഞ്ഞാൽ വിഷമമുണ്ട്. എന്താ പറഞ്ഞാൽ ഇയാളെ അഭിനയമൊക്കെ പോയി. അതേപോലെ തന്നെ കാളിദാസ് ജയറാം വെറുപ്പിച്ച് തന്നെ പറയേണ്ടി വരും. ഒരു അഭിനയവും ഇല്ല, മുഖത്തൊന്നും ഒരു അഭിനയം വരുന്നില്ല. വല്ല ജോക്കീൻ്റെ പരസ്യത്തിലോ വല്ല കല്യാൺ സിൽക്കിൻ്റെ സർവാണീൻ്റെ പരസ്യത്തിലോ അഭിനയിച്ചാൽ പോരെ. എന്തിനാണ് നിങ്ങളെ അച്ഛനും മോനും കൂടി രണ്ടാളെ ജയറാമേട്ടൻ തന്നെ വെറുപ്പിച്ച്. പിന്നെ മോൻ്റെ ഇതും പറയേണ്ട ആവശ്യമില്ല. അതേപോലെ ഷർഫുദ് എന്നുള്ള അഭിനയം ഒരു മാറ്റമില്ല. അതേ ചളിയോ വെറുപ്പിച്ച്. ആശാ ശരത്തേച്ചിയൊക്കെ എന്താ പറഞ്ഞാൽ വയ്യ പുള്ളിക്കാരത്തിക്കുന്ന അഭിനയം. എന്തൊക്കെ പറഞ്ഞാലും ജയറാമേട്ടൻ്റെ കമ്പാക്ക് എന്ന് വിചാരിച്ചിട്ട് എൻ്റെ പൈസ പോയി. എൻ്റെ 200 റുപ്യ പോയി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും 200 റുപ്യ പോയിക്കോട്ടെ. നമ്മളെ ജയറാമേട്ടൻ തിരിച്ചു വരുന്ന വിചാരിച്ച് നമ്മളെ ജനപ്രിയ നായകൻ കുടുംബപ്രേക്ഷക നായകൻ ജയറാമേട്ടൻ വരുന്ന വിചാരിച്ച ഇത് വന്നിട്ടുമില്ല. സത്യം പറഞ്ഞാൽ ഈ കാളിദാസ് ജയറാമിന് പകരം അലിൻ ജോസിനെ മകനായിട്ട് അഭിനയിപ്പിച്ചാൽ മതി. ഈ സത്യം പറഞ്ഞാൽ ഇങ്ങേർക്കൊന്നും ഇനി നടക്കുന്നത് ഈ സിനിമ ശരിക്കും മമ്മൂക്കിയും ദുൽഖർ അഭിനയിച്ച അടിപൊളി ആയേനെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നല്ല അടിപൊളിയായി മാറിയിനി. ദുൽഖറിനൊക്കെ വീണ്ടും അഭിനയമുണ്ട്, ഇവന് വീണ്ടും അഭിനയമില്ല. അല്ലെങ്കിൽ ഉണ്ണിമൂന്തനൊക്കെ ഇവൻ്റെ മുകളിൽ തന്നെ, കാളിദാസ് ജയറാമിൻ്റെ മുകളിൽ. എന്തായാലും ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞു. ഇനി ആരും വന്ന് മേട്ടൻ്റെ ഫാൻസ് ഇതാക്കരുത്. പേട്ടാ നിങ്ങളിനി ദയവ് ചെയ്ത് മലയാളത്തിൽ അഭിനയിക്കുമ്പോൾ കുറച്ച് നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള പടങ്ങൾ ചെയ്യും, അല്ലാതെ ഇങ്ങനത്തെ ചെയ്യരുത്. അല്ലെങ്കിൽ ബാലയ്യൻ്റെ കൊച്ചച്ഛനോ മുത്തച്ഛനായിട്ട് അഭിനയിക്കും. ഇതിലേക്ക് വന്ന് നമ്മളെ പൈസ സമയം കളയരുത്. ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞു. കാളിദാസ് ജയറാമേ വല്ല പരസ്യത്തിലും പോയിക്കും. വേറെ എന്ത് പറയാനാണ്, കഷ്ടം തന്നെ.